അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹു വബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം 4-ാം തീയതി ഇന്ന ലിനഫ്സിക അലൈക ഹഖ, ശരീരത്തോടും നമുക്ക് ബാധ്യതകളുണ്ട് എന്ന പ്രമേയമാണ് ഈ ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ. സത്യവിശ്വാസികളെ, നല്ല ശരീരവും മനസ്സും ശാരീരിക മാനസിക ആരോഗ്യവും പാകതയും സ്വസ്ഥതയും അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, തീബുൻ നഫ്സി മിനൻ നിഅം, നല്ല മനസ്സുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകർ പറഞ്ഞു, വ ഇന്ന ലിനഫ്സിക അലൈക ഹഖ, താങ്കളുടെ ശരീരത്തോട് താങ്കൾക്ക് ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ടുതന്നെ ശാരീരികാരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുവാനും ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത്, രോഗങ്ങളും ബലഹീനതകളുമില്ലാത്ത ഒത്ത ശരീരവും മനസ്സും ഒരാളുടെ സന്തോഷത്തിന്റെ ഉറവിടമാണ്, നേട്ടങ്ങളുടെയും വിജയത്തിന്റെയും പ്രേരകമാണ്. അതുകൊണ്ട് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യം നമുക്കെങ്ങനെയാണ് സത്യവിശ്വാസികളെ സംരക്ഷിക്കാനാവുക? അള്ളാഹുവിലേക്ക് അടുപ്പം നേടുകയും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും അവനെ സദാ സ്മരിക്കുകയും വഴിപ്പെടുകയും ചെയ്യുക എന്നത് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുക വഴിയാണ് നിങ്ങളുടെ മനസ്സുകൾ സമാധാനം കൈവരിക്കുന്നത് എന്നറിഞ്ഞുകൊള്ളുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കാരനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാര സമയമായാൽ ഇങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത്, യാ ബിലാലു അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, ബിലാൽ അങ്ങ് ഇഖാമത്ത് വിളിക്കണം, നിസ്കാരം വഴി ഞങ്ങൾക്ക് ആശ്വാസം പകരണം, സമാധാനം നൽകണം. പ്രവാചകർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ ആനന്ദം നിസ്കാരത്തിലാണ് എന്ന്. അള്ളാഹുവിന്റെ വിധിയിലും തീരുമാനത്തിലും സംതൃപ്തരാവുക എന്നതാണ് മാനസിക സമാധാനവും ആത്മീയ സ്വസ്ഥതയും നേടിയെടുക്കുവാനുള്ള മറ്റൊരു പ്രധാന കാര്യം. അബൂദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഇദാ ഖളാ ഖളാഅൻ അഹബ്ബ അൻ യുർലാ ബിഹി, അല്ലാഹു ഒരു തീരുമാനം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും തൃപ്തിപ്പെടുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകളും വന്നു ഭവിച്ചാൽ, അല്ലെങ്കിൽ നാം വിഷമങ്ങളിലകപ്പെട്ടാൽ ഒരിക്കലും എല്ലാം അവസാനിച്ചു എന്ന് നാം വിചാരിക്കരുത്. ആകെ ഇരുൾ മുറ്റിയിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോവരുത്. നിരാശയ്ക്കും മോഹഭംഗത്തിനും നാം അടിമപ്പെടരുത്. കാരണം അത്തരമാളുകളെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വ ഇമ്മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്ത്, വല്ല വിപത്തും അവനെ ബാധിച്ചാൽ അവൻ മനം മടുത്തവനും കടുത്ത നിരാശനുമായിത്തീരുന്നു. വിശ്വാസി എപ്പോഴും അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും വിശ്വസിക്കുകയാണ് വേണ്ടത്. എപ്പോഴും അവൻ ആവർത്തിച്ചു പറയേണ്ടത് ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ എന്നാണ്. അഥവാ നമുക്ക് വരുന്നതെന്തും അള്ളാഹു വിധിച്ചതു മാത്രമാണെന്ന്. നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന പ്രത്യക്ഷത്തിൽ തിന്മയായി തോന്നുന്ന ഒരു കാര്യം
ആത്യന്തികമായി നന്മയായിരിക്കുമെന്ന് നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങളൊരു കാര്യം വെറുത്തേക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ശക്തി പകരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നാം ശുഭാപ്തി വിശ്വാസികളും നല്ല ചിന്താഗതിക്കാരുമാവുക എന്നതാണ്. അതോടൊപ്പം തെറ്റായ ചിന്തകൾക്കും പ്രതികൂലമായ തോന്നലുകൾക്കും നാം വഴിപ്പെടാതിരിക്കുകയും ചെയ്യുക. കാരണം നന്മയാണു നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ നന്മയാണ് നമ്മെ തേടിയെത്തുക. നാം കാത്തിരിക്കുന്നത് തിന്മയാണെങ്കിൽ നമ്മെ ആകർഷിക്കുന്നതും തിന്മയായിരിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുഭപ്രതീക്ഷ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ നല്ലതു മാത്രം പ്രതീക്ഷിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത മാത്രം ഉള്ളിലുണ്ടാവുക. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായി പ്രവാചകർ നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെക്കുറിച്ച് എപ്രകാരമാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ. ഒരു കാരണവശാലും വരാനിരിക്കുന്ന തിന്മയെക്കുറിച്ച് അതിരുകടന്നു ചിന്തിക്കുന്നവരോ വന്നുപെട്ടേക്കാവുന്ന രോഗത്തെ ഭയപ്പെട്ടു ജീവിക്കുന്നവരോ എപ്പോഴെങ്കിലും ദാരിദ്ര്യം വന്നേക്കുമോ എന്നു ഭയപ്പെടുന്നവരോ ആയിക്കൂടാ നാം. കാരണം അവയെല്ലാം പിശാചിന്റെ ദുർബോധനങ്ങളാണ്. ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാചു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നാം നമ്മെ തളച്ചിടരുത്. കാരണം അത് നമ്മെ കർമ്മങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തും. നമ്മുടെ ശരീരത്തെ അത് ക്ഷയിപ്പിക്കും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമോ നമുക്കുണ്ടാവേണ്ടതില്ല. കാരണം അതും പിശാചിന്റെ പ്രേരണയാണ്. ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസികളെ ദുഃഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ അത് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് നാം അങ്ങേയറ്റം ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്, അകന്നു നിൽക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു നമുക്ക് നൽകിയതിൽ നാം തൃപ്തരാവുക എന്ന മഹത്തായ ഗുണത്തിന് അത് വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹ്. മുസ്ലിമാവുകയും ആവശ്യത്തിനു വേണ്ടത് നൽകപ്പെടുകയും ചെയ്തവൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ലഭിച്ചതിൽ അവൻ അല്ലാഹു സംതൃപ്തി നൽകുകയും ചെയ്തിരിക്കുന്നു. ഓരോരുത്തർക്കും അല്ലാഹു പ്രത്യേകമായി ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് രക്ഷിതാവായ അല്ലാഹുവിന്റെ സാർവത്രികമായ അറിവിന്റെയും മികച്ചു നിൽക്കുന്ന യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു എല്ലാം അറിയുന്നവനും നിങ്ങൾ ഒന്നും അറിയാത്തവരുമാണ്. ഫല്ലാഹുമ്മ മത്തിഅനാ ബിസിഹ്ഹതി അൻഫുസിനാ വആഫിയതി അബ്ദാനിനാ, അല്ലാഹുവേ മാനസിക ആരോഗ്യം കൊണ്ടും ശാരീരിക ക്ഷമത കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസികളെ, നമ്മുടെ മക്കളുടെയും വീട്ടുകാരുടെയും ശാരീരിക മാനസിക ആരോഗ്യം നമ്മുടെ ചുമലിലെ ഉത്തരവാദിത്തമാണ്. അതിന് നാം അങ്ങേയറ്റത്തെ ശ്രദ്ധയും പരിഗണനയും നൽകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളും സ്വസ്ഥതയുടെ ഉറവിടങ്ങളുമാവണം. നമ്മുടെ തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും നാം വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. പകലിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാം അവരെ കൂടി ചുമപ്പിക്കരുത്. കാരണം അതവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ വീട്ടിലെത്തിയാൽ എല്ലാവിധ സമ്മർദ്ദങ്ങളെയും പടിവാതിൽക്കൽ ഉപേക്ഷിക്കുക. സന്തോഷത്തോടെ പുഞ്ചിരിയോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവരോട് ഇടപഴകുക. അനുകമ്പയോടെ കരുണയോടെ അവരുമായി പെരുമാറുക. ഫഇന്നല്ലാഹ ഇദാ അറാദ ബിഅഹ്ലി ബൈത്തിൻ ഖൈറ അദ്ഖല അലൈഹിമുർ റിഫ്ഖ് എന്നാണ് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വീട്ടുകാർക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ
അവർക്കിടയിൽ അള്ളാഹു അനുകമ്പയുണ്ടാക്കും, സൗമ്യതയെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് വീട്ടിലെ എല്ലാ ഇടപാടുകളിലും നാം യുക്തിമതികളായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം സഹനശാലികളായിരിക്കണം. നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ കുടുംബത്തിന്റെ കണ്ണാടിയാണ്. നമ്മുടെ മാനസികാവസ്ഥയാണ് അവരിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാനസിക സ്ഥിരതയിൽ നിന്നും ശാന്തമായ പ്രകൃതത്തിൽ നിന്നും അവർ ആശ്വാസം കണ്ടെത്തട്ടെ. അതുവഴി പരമമായ ഗുണവും നന്മയും മാനസിക സമാധാനവും അവരും നേടിയെടുക്കട്ടെ. ഇതിനെല്ലാം അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിലും മറ്റുള്ളവരുമായുള്ള അവരുടെ ഇടപഴകലുകളിലും വലിയ സ്വാധീനമുണ്ട്. ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ, ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം. തീർച്ചയായും ഇബ്രാഹിം നബി ഏറെ പശ്ചാത്തപിച്ചു മടങ്ങുന്നവനും സഹനശാലിയുമാണ് എന്നാണ്. അതേ സഹനം ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലും പ്രകടമായതായി അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. നാം ഇബ്രാഹിം നബിക്ക് സഹനശാലിയായ ഒരു പുത്രനെ കുറിച്ച് സന്തോഷവാർത്ത നൽകി. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമുക്ക് ശാരീരിക മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നല്ല ശ്രദ്ധയുള്ളവരാവാം. നല്ല മാനസികാവസ്ഥയുടെ പരിമളം നമ്മുടെ വീടകങ്ങളിൽ പരത്തുകയും നമ്മുടെ ഭാര്യമാരിലും മക്കളിലും സമൂഹത്തിലും മാനസിക ശാരീരിക ആരോഗ്യം നമുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.